നമസ്കാരം. എല്ലാ സജ്ജനങ്ങൾക്കും ഗീതാമൃതത്തിലേക്ക് സുസ്വാഗതം. എന്നത്തെയും പോലെ തന്നെ വിഘ്നങ്ങൾ ഒഴിവാക്കാനായി വിഘ്നേശ്വരനെയും ഭഗവാന്റെ അഷ്ടാക്ഷര മന്ത്രത്തോടു കൂടി നമുക്ക് തുടങ്ങാം. ഓം ഗം ഗണപതയേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലായിട്ട് അഞ്ചാമത്തെ അധ്യായം, ഭഗവത്ഗീതയിലെ 5-ാമത്തെ അധ്യായമായ കർമ്മ സന്യാസ യോഗമാണ് പറഞ്ഞുകൊണ്ടിരുന്നിരുന്നത്. 7 ശ്ലോകത്തോടു കൂടിയിട്ടാണ് നമ്മൾ കഴിഞ്ഞ ഇതിൽ അവസാനിപ്പിച്ചത്. എന്താണ് കഴിഞ്ഞതിൽ പറഞ്ഞിരുന്നത്? ചിത്തത്തിൻ്റെ സമനില അഭ്യസിച്ച് കർമ്മം ചെയ്യുന്ന യോഗി ചിത്തശുദ്ധി വന്ന് ചിത്തത്തെ കീഴടക്കി ഇന്ദ്രിയങ്ങളെയെല്ലാം ജയിച്ച്, അങ്ങനെയാണ് നമ്മൾ കഴിഞ്ഞതിൽ പറഞ്ഞിരുന്നത്. അപ്പോൾ ഇത്തവണ നമുക്ക് കർമ്മ സന്യാസ യോഗത്തിലെ 8-ാമത്തെ ശ്ലോകത്തോടു കൂടിയിട്ടാണ് തുടങ്ങേണ്ടത്. അപ്പോൾ അതിന് മുമ്പായിട്ട് മിനിഞ്ഞാന്ന് നമ്മൾ ഞായറാഴ്ച യോഗിനി ഏകാദശിയായിരുന്നു. ആ യോഗിനി ഏകാദശിയുടെ റീൽസ് എല്ലാം ഞാൻ ഇട്ടിട്ടിരുന്നായിരുന്നു, ഫേസ്ബുക്കിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ആരൊക്കെ ഏകാദശി നോക്കാൻ സാധിച്ചു, അല്ലെങ്കിലും ഏകാദശി മാസത്തിൽ വരുന്ന 2 ശുക്ലപക്ഷ ഏകാദശി, കറുത്തപക്ഷ ഏകാദശി ഉണ്ടല്ലോ, വെളുത്ത പക്ഷവും കറുത്ത പക്ഷവും ഉണ്ടല്ലോ. അതിലെ ഏകാദശികൾ 2 വെച്ച് 24 ഏകാദശികളാണ് കൊല്ലത്തിലെ. തിഥി വ്യത്യാസം അനുസരിച്ച് ഒരു ഏകാദശി ചിലപ്പോൾ കൂടും, അങ്ങനെ 25 ഏകാദശികൾ വരും. എല്ലാം എടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും ഏകാദശി ആണ് എന്നറിഞ്ഞു കഴിഞ്ഞാൽ മത്സ്യമാംസാദികൾ ഉപേക്ഷിക്കുക, ഭഗവാന്റെ നാമോച്ചാരണത്തോടിരിക്കുക. ഏകാദശി എടുക്കാൻ പറ്റുന്നവർ എടുക്കുക. അപ്പോൾ യോഗിനി ഏകാദശി കഴിഞ്ഞിട്ട് ഇന്ന് നമ്മൾ ബുധനാഴ്ച, ഇന്നത്തെ പ്രത്യേകത ആഷാഢമാസത്തിലെ, മിഥുനമാസത്തിനെ ആഷാഢമാസം എന്നും പറയും. ഇന്ന് അമാവാസ്യയാണ്. ഈ ആഷാഢമാസ അമാവാസ്യക്കൊരു പ്രത്യേകതയുണ്ട്. അത് ധ്രുവയോഗവും പിന്നെന്താ പറയുക, ധ്രുവയോഗം ഉള്ള നക്ഷത്രം. ധ്രുവനെ അറിയാലോ, നക്ഷത്രത്തിൽ ധ്രുവ നക്ഷത്രമായി പോയ ആ ദിവസം കൂടിയാണ് ഈ അമാവാസി. അപ്പോൾ ഇന്നത്തെ ഈ അമാവാസിക്ക് നമുക്ക് നമ്മുടെ പിതൃക്കൾക്ക് അവർക്ക് വേണ്ട പൂജകർമ്മങ്ങൾ ചെയ്യാനും അവരെ ശ്രാദ്ധം മൂട്ടാനുമൊക്കെ നല്ലതാണത്രേ. അപ്പോൾ ഇന്ന് പറ്റുന്നവർ ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കാരണം നമ്മളിപ്പോൾ ഇന്നലെ ആയിരുന്നു അതിൻ്റെ ഒരിക്കൽ. അപ്പോൾ ഈ ആഷാഢമാസ അമാവാസി ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത, ഓരോ ദിവസവും ഞാൻ പ്രത്യേകതകൾ പറയുമല്ലോ, അപ്പം അങ്ങനെയും കൂടിയാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. 8-ാമത്തെ ശ്ലോകമാണ് പറയുന്നത്. ഇതും പറയുന്നത് ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണ്. അർജുനനോട് പറയുന്നു, നൈവ കിഞ്ചിത് കരോമീതി യുക്തോ മന്യേത തത്വവീത് പശ്യൻ ശൃണ്വൻ സ്പൃശ്യൻ ജിഗ്രൻ അസ്നൻ ഗച്ഛൻ സ്വപൻ ശ്വസൻ. എന്താ പറഞ്ഞത്? 7-ാമത്തേൽ അദ്ദേഹം പറഞ്ഞു നിർത്തി, മനഃശുദ്ധി കൈവരിച്ചവർ, ചിത്തശുദ്ധി കൈവരിച്ചവർ ചിത്തത്തെ കീഴടക്കി ഇന്ദ്രിയങ്ങളെയെല്ലാം ജയിച്ച് സർവഭൂതങ്ങളുടെയും ആത്മാവ്, സ്വന്തം ആത്മാവിനെ ദർശിക്കുന്നതോടുകൂടി ദേഹം കൊണ്ട് കർമ്മം ചെയ്യുന്നു ഉണ്ടെങ്കിലും കർമ്മബദ്ധനാകുന്നില്ല എന്നാണ് 7-ാമത്തേൽ പറഞ്ഞത്. 8-ാമത്തേൽ അദ്ദേഹം പറയാണ്, നൈവ കിഞ്ചിത് കരോമീതി യുക്തോ മന്യേത തത്വവേദ്. ഇപ്രകാരം ആത്മാനുഭവം നേടിയ ആ തത്വജ്ഞൻ, ആരാണോ ചിത്തത്തെ അടക്കി കർമ്മം ചെയ്യുന്ന ആ യോഗി, ആ യോഗിയുടെ കാര്യങ്ങളാണ് അദ്ദേഹത്തിന് ഒന്ന് കാണുമ്പോഴും കേൾക്കുമ്പോഴും സ്പർശിക്കുമ്പോഴും പിന്നെന്താ ഗന്ധം അനുഭവിക്കുമ്പോഴും ഭക്ഷിക്കുമ്പോഴും നടക്കുമ്പോഴും ഉറങ്ങുമ്പോഴും പ്രാണൻ ശ്വസിക്കുമ്പോഴും എന്തും നമ്മൾ ഒരു ഡെയിലിയിൽ നമ്മളിപ്പോൾ തന്നെ ഇരുന്ന് നമ്മൾ ആരും അതിനെപ്പറ്റി ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ് വാസ്തവം. ചിത്തശുദ്ധി കൈവരിച്ച ഒരു മനുഷ്യൻ നമ്മൾ നടക്കും. അതുകൊണ്ടാണ് നമ്മൾ പറയുക ഗ്രാറ്റിറ്റ്യൂഡ് വേണം. ഓരോ നിമിഷവും നമ്മൾ ദൈവത്തിന് നന്ദി പറയണം. കാരണം നമ്മൾ ഈ ശ്വാസം കഴിക്കുന്നത്, മണം അനുഭവിക്കുന്നത്, കണ്ണുകൊണ്ട് കാണുന്ന കാഴ്ചകൾ, സ്പർശിക്കും, ഇതൊക്കെ ചെയ്യും. അതാണ് നൈവ കിഞ്ചിത് കരോമിതി യുക്തോ മന്യേത തത്വവേദ. അപ്പം എന്തൊക്കെയാണ് വരുന്നത്? പശ്യൻ, ശൃണ്വൻ, സ്പൃശ്യൻ. അതായത് ഈ ഓരോ അറിവാണ് നമ്മൾ പറയുന്നത്. എന്താണ്? കാണുന്നതിനെ
ശൃണ്വൻ കേൾക്കുന്നതിന്, സ്പർശൻ അനുഭവിക്കുന്നതിന് അല്ലെ, സ്പർശിക്കുന്നതിന്. പിന്നെ ജിഗ്രൻ മണം, ജിഗ്രം അനുഭവിക്കുന്നവൻ. അസ്നൻ പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷിക്കുന്നവള്. അതുപോലെ ഗച്ഛൻ നടക്കുമ്പോൾ, സ്വപൻ എന്താണ് നടക്കുമ്പോഴും, അതുപോലെ ഉറങ്ങുമ്പോൾ, സ്വപ്നം എന്ന് പറഞ്ഞാൽ ഉറങ്ങുമ്പോഴും, ശ്വസൻ ഇപ്പോഴൊക്കെ ഈ പറയുന്ന ഈ പ്രവൃത്തി ചെയ്യുമ്പോഴൊക്കെ നമ്മൾ എന്ത് വിടുന്നുണ്ട്? ശ്വാസോച്ഛ്വാസം അങ്ങനെ വിടുന്നുണ്ട്. നമ്മൾ ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ? ഈ ശ്വാസഗതി നിൽക്കുമ്പോഴാണല്ലോ നമ്മൾ മരിച്ചു എന്ന് പറയാലേ. ഈ പ്രാണൻ, ഈ ഭഗവാൻ നൽകുന്ന ഈ ശ്വാസോച്ഛ്വാസത്തിന്, അതിനാണ് നമ്മൾ പറയുന്നത്. അതേപോലെ തന്നെ 8ാമത്തെ ശ്ലോകത്തിന്റെ തന്നെ തുടർച്ചയിലും 9ാമത്തേലും ഇനിയുണ്ട് പറയാൻ. നമ്മളിപ്പോൾ പറഞ്ഞു വന്നത് എന്താ? കാണുക, കേൾക്കുക, സ്പർശിക്കുക, അതുപോലെ ഗന്ധം അനുഭവിക്കുക, അതുപോലെ ഭക്ഷിക്കുക, നടക്കുക, ഉറങ്ങുക. അതുവരെയാണ് നമ്മൾ പറഞ്ഞത് സ്വപൻ, ശ്വസൻ. അപ്പൊക്കെ നമ്മൾ ശ്വസിക്കുന്ന ആ വായു പിന്നീട് എന്താണ് ഉണ്ടാവുന്നത്? 9ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, പ്രലപൻ വിസൃജൻ ഗൃഹ്ണൻ ഉന്മിഷൻ നിമിഷന്നപി ഇന്ദ്രിയാണീന്ദ്രിയാർത്ഥേഷു വർത്തന്ത ഇതി ധാരയൻ. അങ്ങനെ നമ്മൾ ഈ കിടക്കുമ്പോഴും ഉണ്ണുമ്പോഴും മണക്കുമ്പോഴും ശ്വസിക്കുമ്പോഴും അല്ലേ, ഉറങ്ങുമ്പോഴും ചെയ്യുന്ന ഈ ശ്വാസം എന്താ ഉണ്ടാവുന്നത്? വാക്കുകൾ പറയുമ്പോഴും വിസർജിക്കുമ്പോഴും കൈകൾ കൊണ്ട് പദാർത്ഥങ്ങൾ എടുക്കുമ്പോഴും, നമ്മളൊരു സാധനം മേടിച്ച് കഴിക്കാൻ എടുക്കുക, കുടിക്കാൻ എടുക്കുക, എഴുതാൻ എടുക്കുക അല്ലേ, അപ്പോഴൊക്കെ ചെയ്യുന്നത്. അതാണ് അതിൻ്റെ അർത്ഥം പറയുന്നത്. പ്രാണചലനങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മുടെ കർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും അതാതിൻ്റെ വിഷയങ്ങളിൽ പ്രവർത്തിക്കുന്നു എന്നും മുക്തനായ താൻ ഒന്നും ചെയ്യുന്നില്ല എന്നും അറിയുന്നു എന്നാണ് 8ാമത്തെയും 9ാമത്തെയും ശ്ലോകത്തിൽ ഭഗവാൻ കൃഷ്ണൻ അർജുനനോട് പറയുന്നത്. പ്രലപൻ വിസൃജൻ ഗൃഹ്ണൻ ഉന്മിഷൻ നിമിഷൻ നബി ഇന്ദ്രിയാണീന്ദ്രിയാർത്ഥേഷു വർത്തന്ത ഇതി ധാരയൻ. ഈ ശ്വാസോച്ഛ്വാസ ഗതികൾ, പ്രാണൻ അപാനൻ എന്ന് പറഞ്ഞിട്ട് നമ്മളെ ശ്വാസങ്ങളുണ്ട്. ഈ ശ്വാസം വിടുന്നത് വരെല്ലാം നമ്മൾ മൂക്കിൽ കൂടെ ശ്വസിക്കുന്നത് അല്ലേ. പ്രാണൻ പല വഴി കൂടെയാണ് പോവാത്രേ നമ്മുടെ ജീവൻ പോവുമ്പോൾ. അപ്പം നല്ല വഴി കൂടെ പ്രാണൻ പോകണമെങ്കിൽ നമ്മുടെ മൂർധാവിൽ കൂടെ പോകണത്രേ. അതിപ്പോൾ നമുക്കറിയില്ല മരിക്കുന്ന സമയത്ത്. അതുകൊണ്ടാണ് നമ്മൾ പറയുക, മരിക്കാൻ കിടക്കുമ്പോഴും ഈ ഭഗവത് ഭക്തി നാമം നമ്മുടെ മനസ്സിൽ വന്നാൽ നല്ല വഴിക്ക് നമ്മുടെ ആത്മാവ് പോകുമെന്നാണ് പറയുക. ആ മരിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിലുള്ള ചിന്ത എന്താണോ ആ ചിന്തയിലൂടെ അത്രേ പുനർജന്മം ഉണ്ടാവുക എന്ന് ആത്മീയ ആചാര്യന്മാരൊക്കെ പറഞ്ഞു കേട്ട അറിവാണ്. എനിക്കത് അറിയില്ല, പറഞ്ഞു കേട്ട അറിവ് നിങ്ങളോട് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇപ്പോൾ ഭഗവാൻ പറഞ്ഞു കൊടുത്തു. നമ്മളിപ്പോൾ ചെയ്യുമ്പോൾ നമ്മൾ പറയും, നമ്മൾ കഴിക്കുന്നു, നമ്മൾ ശ്വസിക്കുന്നു, നമ്മൾ മണക്കുന്നു, നമ്മൾ അനുഭവിക്കുന്നു, നമ്മൾ കിടക്കുന്നു, നമ്മൾ ഉറങ്ങുന്നു എന്നൊക്കെ പറയുമ്പോഴും ഈ പ്രവർത്തികളെല്ലാം ചെയ്യുമ്പോഴും ഈ ശ്വാസോച്ഛ്വാസഗതികൾ നിയന്ത്രിക്കുന്നത് നമ്മളല്ല എന്നുള്ള ബോധം ആത്മജ്ഞാനിക്ക് മാത്രമേ. അതും ഭഗവാന്റെ ഒരു ഇച്ഛ. അതുകൊണ്ടാണ് നമ്മൾ പറയുക, ഭഗവാനെ നമ്മളെ നടത്തണം, നമ്മുടെ കൂടെ ഉണ്ടാവണം, ഇതെല്ലാം ഭഗവാന്റെ ഇച്ഛ പോലെ വരൂ. അത് തന്നെയാണ് അതിൻ്റെ അന്തരാർത്ഥം. അപ്പോൾ 10ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞു, ബ്രഹ്മണ്യാധായ കർമാണി സംഗം ത്രിക്വാ കരോതിയ ലിപ്യതേന സപാപേന പത്മപത്രമിഭാവസാവിഭാം. ഇതെന്താണ് അർത്ഥം? അതിൻ്റെ അർത്ഥം, യാതൊരാൾ കർമ്മത്തിൽ ഫലാസക്തി വെടിഞ്ഞ് കർമ്മങ്ങളെല്ലാം ബ്രഹ്മാർപ്പണമായി. എന്താ ബ്രഹ്മാർപ്പണം പറഞ്ഞാൽ? നമ്മൾ ബ്രഹ്മത്തിന് അർപ്പിക്കുക, ഈ കാണുന്ന പ്രകൃതിക്ക് അർപ്പിക്കുമ്പോൾ ചെയ്യുന്നുവോ അയാൾക്ക് അങ്ങനെ ചെയ്യുന്ന ആൾ എങ്ങനെയുള്ള ആളാന്നാ പറയുന്നത്? ലിപ്യതേ നസ പാപേന പത്മപത്ര വിവാംസഭ. എന്താ പത്മപത്രം പറഞ്ഞ? താമരയുടെ ഇല. പത്മം താമര, പത്രം ഇല. ആ താമരയുടെ ഇലയിൽ വെള്ളം വീണാൽ അതിങ്ങനെ അങ്ങനെ ചാടിക്കളിക്കുള്ളൂ. ആ ഇലയിൽ സ്പർശിക്കില്ല. കണ്ടിട്ടില്ലേ താമരയുടെ ഇലയിൽ വെള്ളം ഇങ്ങനെ മണികൾ പോലെ കിടക്കുള്ളൂ. അതുപോലെയാണത്രേ അങ്ങനെയുള്ള വ്യക്തിയുടെ പാപത്തിൽ ലേപനം ചെയ്യില്ല. എന്താണ്? ബ്രാഹ്മണ്യതായ കർമാണി സംഘം ത്വക്താ കരോതിയ. യാതൊരാൾ കർമ്മത്തിൽ, ഞാൻ ചെയ്യുന്ന കർമ്മത്തിന് ഫലം വേണ്ട, ഭഗവാൻ അറിഞ്ഞോളൂ, എനിക്കിതിന് ഫലാസക്തി, ഫലത്തിലും ഇച്ഛിക്കാതെ വെടിഞ്ഞ് കർമ്മങ്ങളെല്ലാം ബ്രഹ്മാർപ്പണമായി ചെയ്യുന്ന അയാള് വെള്ളത്തിൽ എങ്ങനെയുള്ളതാണെന്നാ പറയുന്നത്? ലിപ്യതേ നസ പാപേന പത്മപത്ര വിഭാവസ. എന്താണ്?
വെള്ളത്തിൽ താമരയില അല്ലേ നനയില്ല, എത്ര വെള്ളം ഒഴിച്ചാലും അതിങ്ങനെ ഉരുണ്ട് കളിക്കണ പോലെ പാപത്തിൽ അയാൾ ലേപന, അയാൾക്ക് പാപം അയാളെ സ്പർശിക്കില്ല എന്നാണ് ഭഗവാൻ കർമ്മസന്യാസ യോഗത്തിലെ അർജുനനോട് പറയുന്നത്. നമ്മൾ ഓരോരുത്തരും അർജുനന്മാരാണ്. നമ്മുടെ ഓരോ പ്രതിസന്ധി ഘട്ടത്തിലും നമ്മൾ എങ്ങനെ അറിയാതെ നിൽക്കും, ഇനി എന്ത് ചെയ്യും ഭഗവാനെ, ഈ ഒരു ഘട്ടത്തിൽ ഞാൻ എന്ത് ചെയ്യും, എന്താ വിഷമം, ആ വിഷമം എങ്ങനെ ഞാൻ ദൂരീകരിക്കും എന്ന് അർജുനൻ നിന്നതുപോലെ നമ്മൾക്ക് എല്ലാവർക്കും ഓരോ പ്രതിസന്ധി ഘട്ടം വരും. അതിനു വേണ്ടിയിട്ടാണ് പറയുന്നത് ഭഗവത്ഗീത എല്ലാത്തിനുള്ള പ്രശ്നത്തിനുള്ള പരിഹാരമാണ്. അതിലെല്ലാം നമ്മുടെ ജീവിതത്തെ പറ്റിയിട്ട് നമുക്ക് പറയുന്നുണ്ട്. അപ്പോൾ 11ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞു, കായേന മനസാ ബുദ്ധ്യാ കേവലൈരിന്ദ്രിയൈരപി യോഗിന കർമ്മ കുർവന്തി സംഗം ത്യക്ത്വാത്മശുദ്ധയേ. ഇപ്പൊ ഭഗവാൻ പറഞ്ഞു, ആരാണോ ചിത്തശുദ്ധിയുള്ളവനും കർമ്മത്തിൽ ഫലേച്ഛ കൂടാതെ ചെയ്യുന്നവനും അവനെ എങ്ങനെ പാപം ഉണ്ടാവില്ല? താമരയിൽ വെള്ളം ഓടിക്കളിക്കുന്ന പോലെ, ആ ഇലയിലെ വെള്ളം സ്പർശിക്കാത്തതുപോലെ അവനെയും ഒരു പാപവും സ്പർശിക്കില്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ 11ാമത്തിൽ അദ്ദേഹം വീണ്ടും പറഞ്ഞു കൊടുത്തു, കായേന മനസാ ബുദ്ധ്യ, എന്താണ് കർമ്മയോഗികൾ ആസക്തി ഉപേക്ഷിക്കും. എന്നിട്ട് അവരെന്താ ചെയ്യുക? കായം ശരീരത്തിൻ്റെ ബോധമില്ലാതെ, മനസ്സിൻ്റെ ബോധമില്ലാതെ, അതാണ് കായേന മനസാ ബുദ്ധ്യ കേവലൈർ ഇന്ദ്രിയൈരഭി, ഈ എല്ലാ ആസക്തികളും ഉപേക്ഷിച്ചിട്ട് അവരെന്താ ചെയ്യുക? കേവലം സംഘം ത്യക്വാത്മശുദ്ധ യോഗിന കർമ്മ കുർവൻ. യോഗികൾ എന്താ ചെയ്യുക? അവർ ഈ ഇന്ദ്രിയങ്ങളെ എല്ലാം ആത്മശുദ്ധിക്കായി ശരീര മനോബുദ്ധികളെ കൊണ്ട്, കേവലം ഇന്ദ്രിയങ്ങളെ കൊണ്ടും അവർ കർമ്മം ചെയ്യും. അവർക്ക് പേഴ്സണലി ഫലം വേണ്ട, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മളൊക്കെ ഞാൻ പണ്ട് പല തവണ ഞാൻ പറഞ്ഞു, നമ്മൾ ഓരോരുത്തരും ഇന്നുള്ള ജനങ്ങളെല്ലാം എന്തെങ്കിലും ഒരു കർമ്മത്തിൽ ഏർപ്പെടുമ്പോൾ എന്ത് കിട്ടും, അതിനെന്ത് ബലം കിട്ടും എന്നറിഞ്ഞാൽ മാത്രമേ അവരതിന് തുനിയുള്ളൂ. അതാണ് കലികാലത്തിൻ്റെ പ്രത്യേകത. അതായത് പണ്ടുള്ള എന്താ പറയുക, സത്യയുഗം, ത്രേതായുഗം, അതുപോലെ ദ്വാപരയുഗത്തിലൊക്കെ എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ, കലിയുഗത്തിൻ്റെ അത്രമാത്രം ക്രൂരതകളും ക്രൂദ്ധന്മാരായ ആൾക്കാരുമായിരുന്നില്ല. മറ്റുള്ളവരുടെ നന്മയ്ക്ക് ചെയ്യാൻ പറ്റുന്നത്, അത് ഫലം ഇച്ഛിക്കാതെ പ്രവർത്തിക്കുന്നവരായിരുന്നു കൂടുതൽ. കലിയുഗത്തിൽ അങ്ങനെ ഇല്ല എന്നല്ല, ഉണ്ട്, നന്മ മുഴുവനായിട്ട് പറ്റിയിട്ടില്ല. പാപങ്ങൾ കൂടുന്നു, പാപികൾ കൂടുന്നു, പാപകർമ്മങ്ങൾ കൂടുന്നു. എങ്കിലും അതിനൊക്കെ നമ്മളെ ദൂരീകരിക്കാനായിട്ട് നന്മ പറ്റാത്ത മനസ്സുകൾ ഇതുപോലെയുള്ള സത്സംഗങ്ങളിലും അതുപോലെ നാമജപത്തിലും അതുപോലെ ആത്മീയ ആചാര്യന്മാരുടെ സത്സംഗങ്ങളിലൊക്കെ പങ്കെടുത്ത് കുറേയധികം മനഃശുദ്ധി കൈവന്നിട്ടുണ്ട്, ഇല്ല എന്ന് പറയണില്ല. പക്ഷേ മറ്റുള്ള യുഗങ്ങളിൽ വന്ന പോലെ തന്നെ അത്ര ആത്മശുദ്ധി കൈവരിക്കാൻ ഈ കലിയുഗത്തിൽ പറ്റില്ല. അതുകൊണ്ടാണ് നാമം ജപം മാത്രം ചെയ്ത് നാമം ചൊല്ലി മനസ്സിനെയും ശരീരത്തെയും ശുദ്ധമാക്കാൻ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പറഞ്ഞു അദ്ദേഹം 11ാമത്തേൽ പറഞ്ഞത്, കായേന മനസാബുദ്ധ്യ കേവല ഇന്ദ്രിയൈരഭി യോഗിന കർമ്മ കുർവന്തി സംഘം ത്യക്താത്മശുദ്ധയെ. കർമ്മയോഗികൾ ആസക്തി ഉപേക്ഷിച്ചിട്ട് ആത്മശുദ്ധിക്കായിട്ട് അവർ ശരീര മനോബുദ്ധികളെ കൊണ്ടും, ശരീരം കൊണ്ട് ചെയ്താലും മനസ്സുകൊണ്ട് ചെയ്താലും ബുദ്ധികൾ കൊണ്ട്, കേവലം ഇന്ദ്രിയങ്ങളെ കൊണ്ട് കർമ്മം ചെയ്യും എന്നാണ് പറയുന്നത്. അത്രയും യോഗീശ്വരന്മാരായ കർമ്മികളാണ്. അതുപോലെ നീയും ആവണം അർജുന എന്നാണ് പറയുന്നത് അദ്ദേഹം. അപ്പോൾ 12ാമത്തേല് ഭഗവാൻ വീണ്ടും പറഞ്ഞു കൊടുത്തു, യുക്ത കർമ്മഫലം ത്യക്ത്വാ ശാന്തിമാപ്നോതി നൈഷ്ഠികിം അയുക്ത കാമകാരേണ ഫലേ സക്തോ നിബധ്യതേ. അദ്ദേഹം എന്താ പറയുന്നത്? കർമ്മയോഗി കർമ്മഫലത്തെ ഉപേക്ഷിച്ച്, യുക്ത കർമ്മഫലം ത്യക്ത്വാ ശാന്തിമാപ്നോതി നൈഷ്ഠികിം, ആത്മനിഷ്ഠ കൊണ്ട് ലഭിക്കുന്ന നിരന്തരമായ ശാന്തിയെ പ്രാപിക്കും. കർമ്മയോഗി അങ്ങനെയാണ് ചെയ്യുക. കർമ്മമൊക്കെ ചെയ്ത് ചിത്തശുദ്ധി കൈവരിച്ച് ഇന്ദ്രിയങ്ങളെ അടക്കിക്കൊണ്ട് കർമ്മം ചെയ്യുന്ന യോഗി എന്താണ് ചെയ്യുക? യുക്ത കർമ്മഫലം ത്യക്ത ശാന്തിമാപ്നോതി, അവർക്ക് ശാന്തി കിട്ടും. അയുക്ത കാമകാരേണ ഫലേ സക്തോ നിബധ്യതേ. മനസ്സ് ഏകാഗ്രമാക്കാത്ത ആളാണെങ്കിലോ ഫലത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ച് ആസക്തനാവും. എന്താ കിട്ടുക, ഇത് ഞാൻ ചെയ്താൽ എനിക്ക് എന്ത് ബലം കിട്ടും, ഇതുകൊണ്ട് എനിക്ക് എന്ത് പ്രയോജനം എന്ന് വിചാരിക്കുന്നവൻ എന്താ ഉണ്ടാവുക? അവൻ എന്ത് ചെയ്യും? ഈ കർമ്മബലം കിട്ടിയ ആ ആസക്തി ആലോചിച്ചിട്ട് നിത്യബദ്ധനായി കാണപ്പെടും. ഇവിടെ എന്താ ഉദ്ദേശിക്കണമെന്ന് വെച്ചാൽ,
നീയെ വരുന്ന കാര്യങ്ങളെപ്പറ്റി ഒന്നും ചിന്തിക്കേണ്ട, അതിൻ്റെ അനന്തരഫലത്തെക്കുറിച്ച് യുദ്ധം ചെയ്ത ഒന്നും നീ ചിന്തിക്കേണ്ട. ഇപ്പം നിൻ്റെ മുമ്പിലുള്ള കർമ്മം എന്താണ്? യുദ്ധം ചെയ്യുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് ഓരോരോ വരികളിലും ശ്ലോകത്തിലും ആയിട്ട് ഇങ്ങനെ അർജുനനെ പറഞ്ഞു കൊടുക്കുകയാണ്. അതുകൊണ്ട് കർമ്മയോഗി കർമ്മഫലത്തെ കർമ്മയോഗികൾ അങ്ങനെയാണ്, അവർക്ക് കർമ്മഫലത്തെ അവർ ഇച്ഛിക്കില്ല. അതാണ് ആ രണ്ട് വരിയുടെ അർത്ഥം. യുക്ത കർമ്മഫലം ത്യക്ത്വ യുശാന്തി മാപ്നോതി നഷ്ടികീം അയുക്ത കാമകാരേണ ഫലേ സക്തോ നിബധ്യതേ. എന്താണ്? ആത്മനിഷ്ഠ കൊണ്ട് ലഭിക്കുന്ന നിരന്തരമായ ശാന്തിയെ പ്രാപിക്കും ആര്? കർമ്മയോഗി. എന്നാലോ അതിന് നെഗറ്റീവായിട്ടുള്ള ആളെന്താ? ഇത് മനസ്സ് ഏകാഗ്രമാക്കിയ ആളാണ് കർമ്മയോഗി അല്ലേ. ഇനി മനസ്സ് ഏകാഗ്രമാക്കാത്ത ആൾക്കാർ എങ്ങനെയാണെന്നോ അർജുന? അവര് ഫലത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ചിട്ട് അതിൽ തന്നെ നിത്യബദ്ധനായി കഴിയും. അപ്പോൾ കർമ്മം ചെയ്യാനുള്ള ഒരു ഇത് വരില്ല അവർക്ക് എന്ന് പറയണം. അപ്പോൾ നമുക്ക് 12ാമത്തെ ശ്ലോകത്തോട് കൂടിയിട്ട് നമുക്ക് ഇന്നിവിടെ നിർത്താം. ഞാൻ എപ്പോഴും നിങ്ങൾക്ക് 5 ശ്ലോകമാണ് ചെയ്യാറ്. എന്നാലും നമുക്ക് ഇന്ന് പറയാനുള്ളത്, നമുക്കിപ്പോൾ കൊട്ടിയൂര് നമ്മൾ പറഞ്ഞിരുന്നു, പല ഇതിലായിട്ട് പറഞ്ഞിരുന്നു. വൈശാഖം നടക്കുകയാണ്, കൊട്ടിയൂർ വൈശാഖം നടക്കുന്നു. ഓരോ പ്രത്യേക തരം ദിവസങ്ങളിൽ അവിടെ ഓരോരോ പൂജകൾ, അതുപോലെ മറ്റുള്ള ഭക്തന്മാർക്ക് കാണുന്ന തരത്തിലുള്ള പൂജകളുമുണ്ട്, നിഗൂഢമായ പൂജകളുമുണ്ട്. അപ്പോൾ ഇത്തവണ കൊട്ടിയൂരിൽ വളരെ അഭൂതപൂർവമായ തിരക്കായിരുന്നു. ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുക? കലിയുഗത്തിലെ ഭക്തന്മാരും അവരെല്ലാവരും കൂടി വരുന്നുണ്ട്, ഭക്തി കൂടി വരുന്നുണ്ട്. കാരണം ഓരോരോ അനുഭവങ്ങളിലൂടെ നമുക്കറിയാം, ഈ 2025 ജൂൺ മാസത്തിൽ നടന്ന ഓരോ കാര്യങ്ങൾ എന്തായിരുന്നു? ആദ്യമേ തന്നെ ജമ്മു കാശ്മീർ ഭാഗത്ത് നടന്ന അല്ലേ, എത്രയോ പാവപ്പെട്ട എന്താ പറയുക, മധുവിധു ആഘോഷിക്കാൻ പോയ ഒരു പെൺകുട്ടി അവരുടെ ഹസ്ബൻഡിനെ മരിച്ചുപോയി. അതൊക്കെ തീവ്രവാദി ആക്രമണം. അതിന് നമ്മുടെ പ്രധാനമന്ത്രി അതിനുള്ള മറുപടി കൊടുത്തു. എങ്കിലും അതും നഷ്ടങ്ങൾ തന്നെയായിരുന്നു. മരിച്ചുപോയി തന്നെ. അതിനുശേഷം നമ്മൾ പിന്നീട് അനുഭവിച്ചത് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടന്ന മരണങ്ങൾ, അതിനുശേഷം പ്ലെയിൻ ക്രാഷ്. ആലോചിച്ച് നോക്കൂ. അപ്പോൾ കലിയുഗം അതിൻ്റെ ആ മൂർധന്യത്തിലേക്ക് ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ? എത്രമാത്രം ഫ്ലൈറ്റിലൊക്കെ പോയി വരുന്നവരാണ് എല്ലാവരും. അന്ന് അഹമ്മദാബാദിൽ നിന്ന് പുറപ്പെട്ട പ്ലെയിൻ അല്ലേ, ആ പ്ലെയിൻ എന്താ ചെയ്യുക? നമ്മൾ ആ കയറി അവർ ഒരു 3 സെക്കൻഡോ 4 സെക്കൻഡോ അല്ല 5 മിനിറ്റ് പോലും ആയിട്ടില്ല, അപ്പോഴേക്കും അത് തകർന്നു പോയി. ഇത്രയും ആൾക്കാരുടെ ഇടയിൽ ഒരാൾ രക്ഷപ്പെട്ടു. ഇതൊക്കെ എന്താ അത്? നമുക്കിതൊക്കെ ആലോചിക്കുമ്പോൾ തന്നെ കലികാലത്തിൻ്റെ ഭഗവാനെ. അപ്പോൾ നിങ്ങളൊരു ന്യൂസ് കേട്ടിരിക്കും, അതിൽ അവരെല്ലാവരും ആ കത്തിക്കരിഞ്ഞ അവശിഷ്ടങ്ങളിലേക്ക് പോയപ്പോൾ ഭഗവത്ഗീത ആ ബുക്ക്, ആ ഒരു ഗ്രന്ഥം കത്തിയില്ലാത്രേ. അപ്പം അതിന് യുക്തിവാദികൾ പറയുന്നത്, അതിപ്പോൾ അങ്ങനെ കത്താത്തവർക്ക് എന്തുകൊണ്ട് ഇവരെ രക്ഷിക്കാൻ പറ്റിയില്ല ഭഗവാൻ എന്ന് ചോദിക്കണം. നമ്മൾ പറയണത്, നമ്മളെ മുജ്ജന്മത്തിലെ ഓരോ കർമ്മങ്ങളുടെ അനുസരിച്ചിട്ടാണ് ഈ ജന്മത്തിലേക്ക് വരുന്നത്. അപ്പോൾ ആ ഫ്ലൈറ്റിലുള്ളവരെല്ലാവരും അങ്ങനെയുള്ള മുജ്ജന്മ ബന്ധത്തിൽ അവർ ജനിച്ച് വരുമ്പോൾ തന്നെ അവരുടെ തലയിൽ വരച്ചിരിക്കുന്നതായിരിക്കും. അതുകൊണ്ടാണ് നമ്മളെ അണ്ടവും ബീജവും കൂടി ചേരുന്ന സംയോഗ സമയത്താണത്രേ ശരിക്കുള്ള ജാതകർമ്മം നടക്കുക. അതിപ്പോൾ നമുക്കറിയാൻ സാധ്യമില്ലാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? പ്രസവിക്കുന്ന സമയത്ത് കുട്ടിയുടെ തല പുറത്ത് കാണുന്ന സമയം ഡോക്ടറോ നേഴ്സോ എഴുതി വയ്ക്കും, അത് നമ്മളോട് പറയും. അപ്പോൾ നമ്മൾ പോയി ജ്യോത്സ്യനെ കണ്ട് സമയം പറയും. അങ്ങനെയാണ് നമ്മൾ ചെയ്യുക. ശരിയായ ജാതകർമ്മം അന്ന് ആ ഗർഭസ്ഥ ശിശു ഉണ്ടായ ആ സമയമാണത്രേ. അതുകൊണ്ടാണ് 90% ജാതകം ശരിയായാലും 10% ശരിയാവാത്തത്. അതുകൊണ്ടാണ് ശരിക്കുള്ള ടൈം അതാണത്രേ. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന പോലെ 2025 കൂട്ടിക്കഴിക്കുമ്പോൾ, ഇതൊക്കെ സംഖ്യശാസ്ത്രന്മാർ പറഞ്ഞിരിക്കണം, നമുക്കൊന്നും അറിയില്ല കേട്ടോ, പറഞ്ഞ അറിവുകൾ നിങ്ങളോട് പറയുന്നേ ഉള്ളൂ. രണ്ടും കൂട്ടുമ്പോൾ 2, 2, 5 നോക്കുമ്പോൾ 9 ആണത്ര. ഇപ്രാവശ്യം ആ നമ്പർ സംഖ്യ 9. അത് നന്നല്ല. ഈ നവഗ്രഹങ്ങളുടെ സാന്നിധ്യം നോക്കുമ്പോൾ അത് കൂടുതലായിട്ട് കലാമിറ്റികളും അതുപോലെ തന്നെ വെള്ളപ്പൊക്കം, അങ്ങനെയുള്ള മഴക്കെടുതി, ഇതുപോലെയുള്ള അപകടങ്ങളെല്ലാം ഉണ്ടാവും അത്രയാ. ശരിക്ക് അതുപോലെ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നിപ്പോൾ നമ്മൾ അനുഭവങ്ങളിൽ നിന്ന് മനസ്സിലായി. ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ ആ പ്ലെയിൻ ക്രാഷ് നടന്ന ഇത്രയും പേര് മരിച്ചു പോവും, കത്തിക്കരിഞ്ഞു പോവും? അതിനേക്കാൾ വിഷമായിരുന്നു ആ പ്ലെയിൻ എവിടെ പോയിട്ടാണ് ഇടിച്ചു നിന്നത്. ഒന്നും അറിയാത്ത മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഹോസ്റ്റലിൽ ഊണ് കഴിച്ചുകൊണ്ടിരിക്കുന്ന, ഹോസ്റ്റലിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന MBBS പഠിക്കുന്ന യുവ ഡോക്ടേഴ്സ്. ആലോചിച്ച് നോക്കൂ.
അപ്പം അതുകൊണ്ട് നമുക്ക് ഇതിൽ നിന്ന് എന്താ മനസ്സിലാവും? ഒന്നും ശാശ്വതമല്ല. അതുകൊണ്ടാണ് നമ്മൾ പറയുക വെൻ ഡു യു ഫീൽ ഹാപ്പി എന്ന ഏതൊരു ക്ലാസ്സിലും ഞാൻ ചോദിക്കും. പുതിയതായിട്ട് ആരെങ്കിലുമൊക്കെ ക്ലാസ്സിൽ വരുമ്പോൾ, ആധ്യാത്മിക ക്ലാസ്സിൽ ഞാൻ ചോദിക്കും, എപ്പോഴാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുക എന്ന് ഞാൻ ചോദിക്കാറുണ്ട്. അപ്പൊക്കെ അവർ ഓരോന്നും പറയും, ഞങ്ങളുടെ മക്കൾ നന്നായിരിക്കുമ്പോൾ, അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾ എല്ലാവരും കൂടി ഒന്നിച്ചിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ മൂലം മറ്റുള്ളവർ സന്തോഷിക്കുമ്പോൾ, ആർക്കെങ്കിലും ഒരു പുണ്യപ്രവൃത്തി ചെയ്യാൻ പറ്റുമ്പോൾ, അല്ലെങ്കിൽ ഇതുപോലെയുള്ള സത്സംഗങ്ങളിൽ വന്നിരിക്കുമ്പോൾ, 1 2 3 അമ്മമാർ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഈ സത്സംഗത്തിൽ വന്നിരിക്കുമ്പോഴാണ് ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുക. ഇവരെല്ലാവരും പറഞ്ഞ ഉത്തരം അവരവരുടേതായ അതിൽ ശരിയാണ് അല്ലേ? നമ്മൾ സന്തോഷിക്കുക, നമ്മുടെ കുടുംബത്തിലെല്ലാവരും നന്നാവുമ്പോഴല്ലേ നമുക്ക് സന്തോഷം വരുള്ളൂ. പക്ഷെ അതൊന്നുമല്ല അതിൻ്റെ ആൻസർ. എപ്പോഴാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുക? ജസ്റ്റ് ദിസ് മൊമെൻറ്റ്, ഈ നിമിഷമേ നമുക്ക് സന്തോഷിക്കാൻ പറ്റുള്ളൂ. അടുത്ത നിമിഷം എന്താവും എന്ന് പറയാൻ പറ്റാത്തത്ര നമുക്കൊന്നും അറിയില്ല. നമ്മളിപ്പോൾ പറയും ശാസ്ത്രം വളർന്നു, ഇനി എല്ലാം നമ്മുടെ വിരൽ തുമ്പിലാണ് എന്ന് പറഞ്ഞാലും ജനനവും മരണവും ആർക്കും പ്രവചിക്കാൻ പറ്റാത്ത കാര്യം. ജനിച്ചു കഴിഞ്ഞാൽ മരിക്കും എന്നുള്ളതും ഒരു സത്യമായ കാര്യമാണ്. അപ്പം അതുകൊണ്ട് നാമജപസ്മരണയിൽ മുന്നോട്ട് പോകാമെന്ന് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ചോദിക്കും, നാമം ജപിക്കുന്നവരായിരുന്നില്ലേ ആ ഫ്ലൈറ്റിൽ പോയവരെല്ലാവരും? ആയിരിക്കും, ഇല്ല എന്ന് പറയണില്ല. എന്തായിരിക്കും അവരുടെ ആയുസ് അത്ര ഉണ്ടാവുള്ളൂ ഒന്നും അറിയാൻ പറ്റില്ല. കാരണം ഇതിനെല്ലാം മുജ്ജന്മത്തിലെ കർമ്മഫലവുമായിട്ട് ബന്ധമുണ്ട് എന്നാ പറയുക. അപ്പം നമ്മളിപ്പോൾ ഇനി ഇതിലൊക്കെ പറഞ്ഞ പോലെ പ്രാണൻ അപാനൻ ഞാൻ പറഞ്ഞില്ലേ, ശ്വസിക്കുമ്പോഴും കിടക്കുമ്പോഴും ഒക്കെ നമ്മൾ വായു ഇങ്ങനെ വിശ്വസിച്ച നിശ്വാസ വായു ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാത്തിനും വായു വേണം. അപ്പം നമുക്ക് ദഹിക്കാൻ നമ്മുടെ പ്രാണൻ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഇറങ്ങാൻ ഇവിടെ ഒരു പ്രാണനുണ്ട്. ഇവിടെ ആമാശയത്തിലേക്ക് വരുമ്പോൾ ഒരു പ്രാണനുണ്ട്. അതിനെ ദഹിപ്പിക്കാൻ ഒരു പ്രാണനുണ്ട്. അത് വിസർജ്യമായി പോകുമ്പോൾ ഒരു പ്രാണനുണ്ട്. നമ്മുടെ ജീവൻ പോകുമ്പോൾ ഒരു പ്രാണനുണ്ട്. ഈ പ്രാണവായുകളെല്ലാം കൂടിച്ചേർന്നൊരു സ്വരൂപമാണ് നമ്മൾ. അതുകൊണ്ടാണ് മരണശേഷം എല്ലാ വായുക്കൾ പോയാലും ഒരു വായു പോവാതെ ആ 15 ദിവസവും ആ ബോഡി അവിടെ നിന്ന് പോകുന്ന ആ 15 ദിവസവും 10 ദിവസമാക്കി മാറ്റിയില്ലേ, ആ ഒരു വായു അവസാനമാത്ര ധനഞ്ജയൻ എന്നാണ് ആ വായുവിൻ്റെ പേര്. ആ പ്രാണൻ 15 ദിവസത്തിന് ശേഷം മാത്രമേ ആ വീട് വിട്ടു പോവുള്ളൂ. ആ വീടിൻ്റെ അവിടെ വന്ന് നിൽക്കും. അതുകൊണ്ടാണ് നമ്മൾ പണ്ടുള്ളവരൊക്കെ ദിവസപ്പിണ്ടം വെച്ചിരുന്നത്. പണ്ട് കാലത്തൊക്കെ ഓരോ ദിവസവും ഉരുട്ടി ദിവസവും കർമ്മ. ഇപ്പം അതിനൊന്നും ആർക്കും സമയമില്ല. 3 ദിവസം കൊണ്ടൊക്കെയാണ് ചിലവർ കർമ്മം കഴിച്ചു പോവുക. ദൂരെയുള്ളവരൊക്കെ വന്ന് അങ്ങനെയാണ് പോവുക. അപ്പം അവർ ആത്മാവിനൊന്നും ശാന്തി കിട്ടണില്ല എന്നാണ് പറയുന്നത്. ശരിക്കും പണ്ടുള്ള ഭാഗവതത്തിലും മഹാഭാരതത്തിലൊക്കെ പറയുന്നത് ഈ പ്രാണൻ എങ്ങനെ ചുറ്റി നടക്കൂത്ര വീട്ടിൽ. അപ്പോൾ ഓരോ ദിവസവും ഓരോ പിണ്ടം വരുമ്പോൾ അവരുടെ ഓരോരോ ഭാഗമായിട്ട് പതുക്കെ ഈ പൂവണ്ടാത്മാവിൻ്റെ ഓരോ ഭാഗം. അപ്പോൾ വാതിലിൻ്റെ അവിടെയൊക്കെ വന്ന് നിന്നിട്ട് അവരെ നമുക്ക് കാണാൻ പറ്റില്ല അത്രേ. അപ്പോൾ അവർ വന്ന് ആരൊക്കെ വരണോ, ആത്മാർത്ഥമായി ദുഃഖം അനുഭവിക്കുന്നവരാരാണെന്നൊക്കെ അവർക്ക് മനസ്സിലാവും അത്രേ കണ്ടു കഴിഞ്ഞാൽ. നമ്മൾക്ക് അറിയില്ല, അവർക്ക് നമ്മളെ കാണാം എന്നൊക്കെയാണ് പറയണത്. ശരിയായിരിക്കും. നമ്മൾ പറയില്ലേ ചില വീടുകളിൽ പോയ ആത്മാവ് അവിടെ ഉള്ള പോലെ തോന്നണു ചിലപ്പോൾ നമുക്ക് തോന്നൂല്ലേ മരിച്ചിട്ട്. അപ്പം അങ്ങനെയുള്ള അതുകൊണ്ടാണ് നമ്മൾ കർമ്മങ്ങളും ശ്രാദ്ധങ്ങളും ഒക്കെ നമ്മൾ പൂർവികന്മാർക്ക് വേണ്ടി ചെയ്യണം. എവിടെ ഇരുന്നാലും മക്കളും മക്കളുടെ മക്കളും ആൺമക്കളും എല്ലാവരും. അതുകൊണ്ടാണ് പുത്രൻ അച്ഛനെ അമ്മയോ ആരോ ആർക്ക് വേണ്ടപ്പെട്ടവർ മരിച്ചു കഴിഞ്ഞാൽ തല പിടിക്കാൻ ഒരു പുത്രൻ ഉണ്ടാവണം എന്ന് പറയും പണ്ടുള്ളവർ. അപ്പോൾ പുത്രനില്ലാത്തവരെന്ത് ചെയ്യും? പുത്രിമാർ പിടിക്കുക അല്ലേ? അതിനൊന്നും വലിയ കുഴപ്പമില്ല എന്നാണ് ചിദാനന്ദപുരി സ്വാമികൾ പറയണേ. സ്ത്രീകൾക്ക് കർമ്മം ചെയ്യാനുള്ളതില്ല, പിന്നെ കർമ്മമല്ല ദഹിപ്പിക്കുമ്പോൾ അതിപ്പൊക്കെ ചെയ്യാമെന്നാണ് പറയുന്നത്. പെൺകുട്ടികൾ മാത്രമുള്ള പിതാവ് എന്ത് ചെയ്യും അല്ലേ? അപ്പോൾ നോക്കൂ, ഇതൊക്കെ പറഞ്ഞു വന്നാൽ നമുക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കാൻ തോന്നും. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോഴും കാണുമ്പോഴും ഒക്കെ അങ്ങനെ തോന്നുക അല്ലേ? നമ്മൾ ഈ ഇങ്ങനെ ജീവിച്ചു പോണു. നമ്മുടെ നിശ്വാസ വായുവിൽ നല്ല കർമ്മബലം ചെയ്യാൻ നമുക്ക് പറ്റിയ അത് നമ്മുടെ ഭാഗ്യമെന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അല്ലേ? അപ്പോൾ കർമ്മം നമ്മൾ നല്ല കർമ്മങ്ങൾ സകർമ്മകളാവാനായിട്ട് ഭഗവാനെ അനുഗ്രഹിക്കണേ എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. സകർമ്മികളാവാൻ നമ്മുടെ മക്കളും നമ്മുടെ മക്കളുടെ പരമ്പരകൾ. അപ്പോൾ അത് നമ്മൾ പറഞ്ഞു വന്നത് എന്താണ്? ഈ പോയ ആ പ്ലെയിൻ ക്രാഷിലും അതുപോലെ മറ്റേ ഏതൊക്കെ അപകടങ്ങളിൽ മരിച്ചുപോയ ആത്മാക്കൾക്കൊക്കെ ശാന്തി കിട്ടാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാനേ നമുക്ക് പറ്റുള്ളൂ അല്ലേ? ഇനിയുള്ള ജന്മം അവരൊക്കെ ഓരോ ജന്മം എടുക്കും, അവരൊക്കെ പുനർജന്മം വരും. അവർക്കൊക്കെ ഇനിയുള്ള നല്ല ജന്മങ്ങൾ അവർക്ക് കിട്ടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ പിന്നെ
ബുധനാഴ്ച ആഷാഢ അമാവാസിയും കൂടി ആയതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഈ കർമ്മത്തിനെ പറ്റിയിട്ട് മരിച്ചുപോയ ആത്മാക്കളെ പറ്റിയിട്ടൊക്കെ ഇന്നത് പറയാൻ എനിക്ക് കാരണം കേട്ടോ. അപ്പം അതുകൊണ്ടാണ് നമ്മൾ പറയുക, നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ നമ്മൾ ശാരദ മുട്ടുമ്പോൾ 3 തലമുറകളെ ആലോചിച്ച് വേണത്ര ചെയ്യുക. ഈ കാശിയിലൊക്കെ പോയി ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ അമ്മൂമ്മ മുത്തച്ഛൻ അവരുടെ അമ്മാമ്മ അങ്ങനെ 3 തലമുറക്കുള്ളത് ചിന്തിച്ച് ചെയ്യണം എന്നാണ് പറയുക. അങ്ങനെയൊക്കെ ചെയ്യാനും എല്ലാവർക്കും ഭാഗ്യം ഉണ്ടാവട്ടെ. അങ്ങനെ ഇന്നത്തെ ഈ ദിവസം ഈ ആഷാഢ അമാവാസിയുടെ അന്ന് എല്ലാവർക്കും ഇന്ന് പറഞ്ഞ ഈ ശ്ലോകങ്ങളെല്ലാം അർത്ഥം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കുറേയധികം പേരുകൾ എല്ലാവർക്കും ഈ വായിച്ച് മനസ്സിലാക്കാൻ സന്തോഷമാണ് എന്ന് പറയുന്നതിൽ സന്തോഷം. നിങ്ങളുടെയൊക്കെ അപ്ഡേറ്റ്സ് എനിക്ക് കേൾക്കണം, എല്ലാവരും കമൻസ് ഇടുക, എന്നാലല്ലേ നമുക്ക് മാറ്റിയിടാൻ പറ്റുള്ളൂ. പിന്നെ നിങ്ങളുടെ ഇതൊക്കെ നിങ്ങൾക്കിങ്ങനെ ഷെയർ ചെയ്ത് കൊടുക്കും എല്ലാവർക്കും. ഒരാൾ ഷെയർ ചെയ്താൽ ഒരാളെങ്കിലും നന്നാവുമല്ലോ. അപ്പം അങ്ങനെ നമ്മുടെ ഗീത പരക്കട്ടെ അല്ലേ. ഗീത പഠിക്കുന്ന വീട്ടിലെല്ലാം ശ്രീദേവി വന്നിടുമെന്നു കാണാം. എല്ലാവർക്കും ശുഭദിനം.